നമസ്കാരം പ്രിയമുള്ളവരെ. ഈ ഒരു സന്ദർഭത്തിന്റെ ഒരവസ്ഥ പരിഗണിച്ചിട്ട് നമുക്ക് പ്രഭാഷണം ഒഴിവാക്കാം, അനുസ്മരണം മാത്രം ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ അങ്ങനെ അത്തരത്തിൽ സംവിധാനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ MDA സ്പെക്കുന്നതിൽ എങ്ങനെ പോയാലും നമ്മളൊരു 10-20 മിനിറ്റ് എടുക്കും. പക്ഷെ നമുക്ക് ഇനി തുടർന്ന് പരിപാടികളുള്ളതുകൊണ്ട് 2 പരിപാടികൾ ക്ലബ് ചെയ്തിരിക്കുന്നതിനാലും MDA വന്നതും മറ്റൊരു തരത്തിൽ അനുസ്മരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പക്ഷേ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കഥയുടെ ഭാഗങ്ങളാണ്. അത് വെച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. റബ്ബർ മൂങ്ങ ഇല്ലെങ്കിൽ പോട്ടെ, ക്ലാസ്സിൽ കുട്ടികൾ വെറുതെ എന്നെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? അച്ഛൻ വന്നതും കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതും നാട്ടുകാർ എത്ര വേഗമാണ് അറിയുന്നത്. എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്ന് കയറിയത് കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാത്തതും ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനുവിനാണ്. ഞാൻ കേൾക്കെ അവൾ പറയുകയാണ്, ഈ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോൾ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? കൂടെയുള്ള വെളുത്തടുത്ത നാളി ചോദിച്ചു. കൊളമ്പുന്നു. പിന്നെ അമ്മ പറയാ, ഈ കുട്ടിയുടെ അച്ഛന് അവളെ ചെട്ടിച്ചി മക്കളും ഉണ്ടത്രേ. എന്നാൽ ആർക്ക് കൊടുത്ത് ആ കൊടിച്ചിപ്പെണ്ണിന്റെ ചെട്ടത്തൊന്ന് ചാർത്താനാണ് തോന്നിയത്. പക്ഷെ ചെയ്തില്ല. അവളെ എനിക്ക് അണ്ടിപ്പരിപ്പ് തന്നിട്ടുണ്ട്. എന്നാലും അവൾ പറഞ്ഞത് അക്രമമാണ്. എൻ്റെ അച്ഛനെ പറ്റിയാണ്. അച്ഛന് കുളമ്പിൽ അത് നുണയാണ്. അവളുടെ അമ്മയ്ക്കാണല്ലോ കമ്പി. അവളുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ഒന്നാന്തരം നുണച്ചികളാണ്. അതെന്നെ വിഷമിപ്പിച്ചു. സംശയം തീർക്കാൻ വൈകുന്നേരം കുളത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനു പറയാ, അച്ഛന് കുളമ്പിൽ ചെട്ടിച്ചി മക്കളും ഉണ്ടത്രേ. ജാനുവിന് സമ്മാനിക്കാൻ ഞാൻ കരുതിയ ആണി എനിക്കാണ് കൊണ്ടത്. നിങ്ങൾ തന്നോട് എന്ന് ചോദിക്കും. ഈ വക കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശ്രദ്ധിക്കുകയില്ല എന്ന് നിശ്ചയിച്ചു. ആരോടും ഒന്നും ചോദിക്കുകയില്ല. അച്ഛൻ വന്നതിന് 6-ാം ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത്. അച്ഛൻ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ കിടക്കുക. ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ലീലയോട് സംസാരിക്കുന്നു. മുറിക്കകത്ത് നിന്ന് ചുരുട്ടിന്റെ രൂക്ഷമായ മണം പൊങ്ങുന്നുണ്ട്. ഞാനത് കാണുന്നില്ല എന്ന് നടിച്ചു. അച്ഛൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് അസൂയ തോന്നി. ഞാൻ വളരെ മോശക്കാരനാണ് എന്ന് എനിക്ക് ബോധ്യമായി. വാസന പ്രസരിക്കുന്ന ഭംഗിയുള്ള ഉടുപ്പുകളും റബ്ബർ മൂങ്ങയും കാണാൻ ചന്തമുള്ള മുഖവും എനിക്കില്ല. എൻ്റെ കുടുക്കുകൾ പൊട്ടിയ ട്രൗസറിൽ മിക്കപ്പോഴും ചേറും ചെടിയും ഉണ്ടാകും. അതുകൊണ്ടാവുമോ അച്ഛൻ അടുത്ത് നിർത്തി സംസാരിക്കാത്തത്? എനിക്ക് കരയാൻ തോന്നി. തോസനിൽ മുഖമമർത്തിക്കൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു. വാസു, അച്ഛൻ വിളിച്ചു. വന്നാ, ഇങ്ങോട്ടാ വന്നാ. ഞാൻ പതുക്കെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. അച്ഛൻ്റെ ചുമലിൽ തിരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലീലയുടെ നേരെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. മാമനെ അച്ഛൻ എൻ്റെ ദേഹത്തോട് അടുപ്പിച്ചു. എൻ്റെ കുറ്റിത്തലയിൽ തടവിക്കൊണ്ട് അച്ഛൻ ലീലയോട് എന്തോ പറഞ്ഞു. ആ ഭാഷ എനിക്കെന്നും അജ്ഞാതമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്ന് എനിക്കറിയാം. മോളെ, ഇത് നിന്റെ സഹോദരനാണ്. ഇത് MT വാസുദേവനായി എഴുതിയ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഒന്നുമില്ലാതെ കഥയോട് പറയാൻ കാരണം ഒരു പക്ഷേ ഇവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും അത് നല്ല പരിചയം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു കഥയിലുള്ള ഒരു ആൺകുട്ടി ഒരുപാട് അപകർഷതകളും ഒരുപാട് ഇല്ലായ്മകളും കൊണ്ട് മുറിവേറ്റു പോയ, അല്ലെങ്കിൽ പെണ്ണായി തീരലിന്റെ ഒരു കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന, ഒരുപാട് പ്രിവിലേജുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടതിന്റെ സങ്കടത്തിൽ വിങ്ങിപ്പോകുന്ന ആധുനിക മലയാളി പുരുഷനാണ്. അത്തരത്തിലുള്ളൊരു സാധ്യത അവശേഷിപ്പിച്ചുകൊണ്ടാണ് MDയുടെ എല്ലാ നായക കഥാപാത്രങ്ങളും പ്രവർത്തിക്കുന്നത്. 1958 നാലുകെട്ട് വരുമ്പോൾ അതിന്റെ തുടക്കം വളരും എന്നാണ്. അത് മലയാളത്തിലെ നോവൽ വളരുമെന്നാണ്. മലയാളത്തിലെ ആധുനിക ഭാവതത്വം വളരും എന്നാണ്. ഒരുപാട് ഗൃഹാതുരത്വം സൂചിപ്പിക്കുന്ന ഒരുപാട് കാൽപ്പനിക സന്ദർഭങ്ങളിലൂടെ MD പറയാൻ ശ്രമിച്ചത് ആധുനിക കേരളത്തിൽ വരാൻ പോകുന്ന കുടുംബപരവും ജനാധിപത്യപരവും സാംസ്കാരികവുമായ ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് കൂടിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവലാണ് നാലുകെട്ട്. അതിനെക്കുറിച്ചും കൂടുതലായിട്ട് ഒരു കഥാപാത്രത്തെക്കുറിച്ചും നോവലിനെ കുറിച്ചും കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ തന്നെ ഭാവുകത്വത്തെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനാണ് MD. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, പക്ഷെ ഞാൻ അടക്കമുള്ള ആൾക്കാരുടെ ഈ ഒരു തലമുറയുടെ എഴുത്തിനെയും വായനയും
ബോധ്യങ്ങൾ നിർണ്ണയിക്കുന്നത് അദ്ദേഹമാണ്. സിനിമയിലും ആ ഒരു സവിശേഷ ഭാവുകത്വം നമുക്ക് കാണാൻ പറ്റും. കുടുംബത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിർമ്മാല്യത്തെക്കുറിച്ച് 74 ആണ് എന്ന് ഞാൻ ഓർക്കുന്നത്. ആ നിർമ്മാല്യം സിനിമ ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അതിന്റെ ക്യാമറമാനായിട്ടുള്ള രാമചന്ദ്രനാണ് അനുസ്മരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവസാനത്തെ രംഗങ്ങൾ സെറ്റ് ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഈ ചിത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ക്ഷേത്ര ഭാരവാഹികളോട് പിറ്റേ ദിവസം സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവിടെ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് എം ഡി തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഒരർത്ഥത്തിൽ ഈ ഒരു സന്ദർഭം, ഒരു സവിശേഷ സന്ദർഭം ഒരു വലിയ മാറ്റത്തിന്റെയും തിരുത്തലിന്റെയും ഒരേ സമയത്ത് തന്നെ പ്രതിലോമ ശക്തികളോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു വാസനയ്ക്ക് ഉദാഹരണമായിട്ട് എം ഡിക്ക് ഇതുണ്ട് എന്ന് ആൾക്കാർ പിന്നീട് വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴും എം ഡിയുടെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കൃതികൾ പുനർവായിക്കപ്പെടുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിന്റെ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം എഴുതുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും സിനിമയിലൂടെ തന്നെ സിനിമയുടെ ഏറ്റവും കാവ്യാത്മകമായ ദൃശ്യഭാഷയിലൂടെ അദ്ദേഹം ഉറച്ചുപോയ ചില ബോധ്യങ്ങളെ വീണ്ടും ഓർപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വിമർശനങ്ങളുടെ കൂടെ ഇടയിലാണ് നാം നിൽക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കാൽപ്പനിക ഗൃഹാതൃത്വത്തിന് ഉപരിയായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആധുനിക ബോധമുണ്ട്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ നിന്നാണ് ഇനിയും മഴയും കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ഈ നാലുകെട്ടിന്റെ കൊത്തളങ്ങൾ പിടിച്ചു തകർക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു പക്ഷേ സാഹിത്യത്തിന്റെ കോട്ടകൊത്തളങ്ങളിലും അത്തരത്തിൽ വെളിച്ചം വീഴണം എന്നൊരു ആത്മവിശ്വാസം എഴുത്തുകാരിലും വായനക്കാരിലും ഒരുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. എം ഡി എഴുതാതിരുന്ന കാലം ദീർഘമാണ്. എഴുതിയ കാലത്തേക്കാൾ എഴുതാതിരുന്ന കാലമാണ് അദ്ദേഹത്തിന് കൂടുതൽ. പക്ഷെ എം ഡി എഴുതുന്നില്ല എന്ന് നാം ഓർക്കാത്ത രീതിയിൽ മലയാളത്തിന്റെ ഭാവവൃത്തത്തിൽ അദ്ദേഹത്തിന്റെ മുദ്ര പതിഞ്ഞു പോയിട്ടുണ്ട്. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, സിനിമകൾ, അതത് കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളും ചലച്ചിത്ര പ്രവർത്തനങ്ങളും സമകാലികമാകുന്ന ഒരു ഇന്ദ്രജാലമുണ്ട്. അതാവും അതിന് കാരണം. ജീവിച്ച കാലത്തിന്റെയും ദേശത്തിന്റെയും അടയാളങ്ങൾ എല്ലാ എഴുത്തുകാർക്കും അതുപോലെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിനെ കാണേണ്ടത് മലയാളത്തിലെ ആധുനികതാ സംവാദങ്ങളെ കൂടുതൽ ഗൗരവം ഉണ്ടാക്കുന്ന, കൂടുതൽ ഗൗരവം ഉളവാക്കുന്നതാക്കി തീർക്കുന്ന ചില റഫറൻസുകളായിട്ടാണ്. അദ്ദേഹത്തിന്റെ രചനകൾ അങ്ങനെ നിലനിൽക്കും. ആഴമേറിയ വായനയിലൂടെ ബോധ്യങ്ങളെ നിരന്തരം നവീകരിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണ് നാം അദ്ദേഹത്തെ കാണുന്നത്. പുതിയ എഴുത്തുകാരെയും പുതിയ എഴുത്തിനെയും എപ്പോഴും സൂക്ഷ്മമായിട്ട് വായിക്കാനും നിരീക്ഷിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് എനിക്ക് വ്യക്തിപരമായി തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി കോഴിക്കോടേക്ക് പോയപ്പോൾ എം ടിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണാനുള്ളൊരു അനുമതി കിട്ടിയിരുന്നു. സാധാരണ ഞാനൊരു സംസാരിക്കാത്ത മനുഷ്യനാണെന്നാണ് അറിയുന്നത്. ഗൗരവം ഉള്ള ഒരു ആളാണ്. നമുക്കൊന്നും സംസാരിക്കാനില്ല, നമ്മളെ അദ്ദേഹം വായിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ചെന്ന് എന്നോട് പുസ്തകത്തെക്കുറിച്ച് പറയുകയും ഒപ്പം ഇതൊരു പ്രത്യേക പബ്ലിഷർക്ക് ആ പുസ്തകം കൊടുത്തത് നന്നായി എന്നടക്കം വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ്. അത്രയാണ് ആകെയുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തോട്. അല്ലാതെ തന്നെ ഓരോ മലയാളിയും സവിശേഷമായിട്ട് ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. അത്തരത്തിലുള്ള എഴുത്ത് നമുക്ക് തന്നോട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എന്തായാലും സ്വന്തം ബോധ്യങ്ങളെ നിരന്തരം